രക്ഷിക്കാൻ ആരും വരില്ല. ഛെ, നീ എന്താ പേടിക്കാത്തത്? പേടിക്കാൻ മനസ്സില്ലാത്തോണ്ട്. ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ പോവാണെന്ന്. കേട്ടു. കേൾക്കാതിരിക്കാൻ ഞാനെന്താ പൊട്ടിയാണോ? നീ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഞാൻ പറഞ്ഞത് ശരിക്കും നിനക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. നീ ഇവിടെ കിടന്ന് നിലവിളിച്ചാലും ആരും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞത് നീ ശ്രദ്ധിച്ചില്ലേ? ഓ, ഇതിനകത്ത് നല്ല ചൂടല്ലേ? വിയർക്കുന്നു. ഛെ, നീ എന്താ ഒട്ടും പേടിക്കാത്ത? എന്റെ മാഷേ, പണ്ട് നിങ്ങൾ എന്റെ കണ്ണില് തെമ്മാടിയായിരുന്നു. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുമെന്നും എന്ത് ചെയ്യില്ലെന്നും ഇപ്പൊ എനിക്ക് വ്യക്തമായിട്ടറിയാം. ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചാലും നിങ്ങൾ എന്നെ ഒന്നും ചെയ്യില്ല. പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നേ? ചമ്മിയല്ലേ? കുറച്ച്. ഭാഗ്യം കറണ്ട് വന്നു. നമ്മൾ എങ്ങനെ ഇവിടുന്ന് പുറത്തു കിടക്കും? ഫോൺ ഉണ്ടായിരുന്നിട്ടും പറ്റിച്ചതല്ലേ? പ്രിയ, എവിടെന്നാ വിളിക്കുന്നേ? നീ ഇവിടുന്ന് പോയോ? ഇല്ലടാ, ഞാൻ ഈ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന മുറിയിലുണ്ട്. ഇതിന്റെ വാതിലാരോ പുറത്തു നിന്ന് പൂട്ടി. നീ ഒന്ന് തുറന്നു തന്നെ. ആ, ഞാൻ ദാ വരുന്നു. മോഹനിപ്പോ വരും. നീ ഇത്ര വലിയ ധൈര്യശാലിയാണെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. ഞാൻ പറഞ്ഞില്ലേ, ഇയാളെ എനിക്കിപ്പോ ഒരു പേടിയും ഇല്ല. ഞാൻ ഉപദ്രവിക്കാൻ നോക്കിയ ഗന്ധർവൻ വന്ന് രക്ഷിക്കുമല്ലേ? ആ വിശ്വാസം എനിക്കില്ല. അതെന്തോറ്റി? നാളെ കഴിഞ്ഞ ജെന്നിഫറിന്റെ പിറന്നാളാ. ഗന്ധർവൻ സഹായിച്ചിരുന്നെങ്കില് അവളുടെ അച്ഛനെയും അമ്മയും ഹോസ്റ്റലിൽ വരുത്തി പിറന്നാൾ ആഘോഷിക്കായിരുന്നു. ഞാൻ എന്റെ ആഗ്രഹം ഗന്ധർവനോട് പറഞ്ഞതാ.